CPM-ന്റെ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനുമുള്ള മറുപടിയാണ് തിരഞ്ഞെടുപ്പിൽ ജനം നൽകിയതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും നിയുക്ത കൊടുങ്ങല്ലൂർ MLA-യുമായ OJ ജനീഷ്. PR വർക്ക് കൊണ്ട് ജനങ്ങൾക്കൊന്നും കിട്ടിയില്ല. 10 വർഷത്തെ അധികാര ധാർഷ്ട്യത്തിനെയാണ് ജനം ചെവിക്ക് പിടിച്ച് പുറത്താക്കിയത്. കോൺഗ്രസിനെ പരിഹസിച്ചവർ ഇപ്പോൾ വനവാസത്തിന് പോകേണ്ട ഗതികേടിലാണ്. ഒരു PR പ്രവർത്തനം കൊണ്ടൊന്നും ജനങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കില്ല. ജനം മണ്ടന്മാരല്ല എന്ന് തെളിയിച്ചൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ജനത്തിന് കാര്യങ്ങളെയൊക്കെ വിലയിരുത്താൻ സാധിക്കുമെന്ന് ഇനിയെങ്കിലും ഇടതുമുന്നണി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിക്ക് പോലും ഒന്ന് ശ്വാസം വിടാൻ 5 റൗണ്ടുകൾ പൂർത്തീകരിക്കപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ധർമ്മടത്ത് പോലും ജനങ്ങൾ മാറി ചിന്തിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. UDF-ന്റെ തരംഗത്തിന്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേരളം മുഴുവൻ അച്ചടിച്ച് വെച്ച ഒരു ചിത്രത്തിലുള്ള മുതലാളിയാണ്. അത് മറ്റാരുമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചിത്രം ഒരു 10 ഇടത്തും കൂടി കൂടുതൽ അടിച്ചു വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി സീറ്റിൽ UDF വിജയിച്ചിരുന്ന സാഹചര്യം ഉണ്ടായത്. UDF-ന്റെ വിജയം വർഗീയതയുടെ കൂട്ടുപിടിച്ചാണെന്ന ഇടതുപക്ഷത്തിന്റെ വാദം തോൽവിക്കുള്ള കേവലം ന്യായീകരണം മാത്രമാണ്. ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ സകലമാന പൗരന്മാരും, കേരളത്തിലെ വോട്ടവകാശമുള്ള പൗരന്മാർ UDF-നോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ്. അതിന് വർഗീയതയുടെ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമ്പോൾ CPM കണ്ടെത്തുന്ന ഒരു ക്യാപ്സ്യൂളാണ്. അതൊന്നും ഇനി കേരളത്തിൽ ഓടാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജനം നൽകിയ മികച്ച വിജയം UDF-ന്റെ ഉത്തരവാദിത്തം കൂട്ടി. കൊടുങ്ങല്ലൂരിലെ തന്റെ വിജയം UDF തരംഗത്തിനൊപ്പം മണ്ഡലത്തിലെ വികസന മുരടിപ്പിനുള്ള ജനവികാരമാണെന്നും ജനീഷ് തൃശ്ശൂരിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും ആഞ്ഞടിച്ച ഒരു തരംഗം അവിടെയും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണ മുരടിപ്പ്, വികസന മുരടിപ്പാണ് പ്രധാനമായും അവിടെ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത്. വലിയ കോട്ടയാണ്, ഇടതുപക്ഷത്തിന് മാത്രം വിജയിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റാണ് എന്നുള്ള പ്രചരണമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതൊരു കോട്ടയല്ല. ജനാധിപത്യത്തിൽ കോട്ടകൾക്കൊന്നും ഒരു സ്ഥാനമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മന്ത്രിസഭയിൽ യൂത്ത് കോൺഗ്രസിന് അംഗങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൈപ്പത്തിയിൽ മത്സരിച്ച് വിജയിച്ച യുവാക്കൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകുമെന്നായിരുന്നു ജനീഷിന്റെ മറുപടി. എന്നോടൊപ്പം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് സ്ഥാനാർത്ഥികളായ ബഹുഭൂരിപക്ഷം ആളുകളും വിജയിച്ചു. നാദാപുരത്തും അതോടൊപ്പം തന്നെ ആറന്മുളയിലും അടക്കമുള്ള സീറ്റുകളിലൊക്കെ തന്നെ വിജയിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആളുകളിൽ നിന്ന് മന്ത്രിമാരുണ്ടാകും. യൂത്ത് കോൺഗ്രസിന് കോട്ടയൊന്നും അങ്ങനെ കഴിഞ്ഞ കാലഘട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി മന്ത്രിസഭയ്ക്കകത്ത് പ്രാതിനിധ്യങ്ങളുണ്ടാകും. അത് യുവ പ്രാതിനിധ്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ടാഗ്ലൈനിൽ കെട്ടേണ്ട കാര്യമില്ല. തൃശൂർ DCC ഓഫീസിലെത്തിയ ജനീഷിന് പ്രവർത്തകർ ഷാളണിയിച്ചും ബൊക്കെ നൽകിയും സ്വീകരിച്ചു. TCV തൃശൂർ.